മോനെന്തിനിങ്ങനെ പേടിക്കണേ? അവൻ അതൊക്കെ എപ്പോഴേ മറന്നു. അതുകൊണ്ടല്ലേ അവൻ ഞങ്ങളുടെ കൂടെ നിങ്ങളെ കാണാൻ വന്നത്. എവിടെ പോണു? എന്ത് പറ്റി മോനെ? എന്തിങ്ങനെ ഇരിക്കുന്നേ? മോൻ ഇപ്പോഴും വിശ്വാസമായിട്ടില്ലല്ലേ? ഞങ്ങൾക്ക് മോനോട് ഒരു ദേഷ്യവും ഇല്ല, ഇപ്പൊ ഇഷ്ടം മാത്രമേ ഉള്ളൂ. അതെന്തോ ഒരു ശബ്ദം? കാറ്റത്തെ ഡോറണങ്ങിയത് വെള്ളാണി കാലടുത്താണ്, ഭയങ്കര കാറ്റാണ്. വേദു കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ മൂത്രം അടിച്ചിട്ട്. അളിയ ബാത്റൂം കെട്ടുമ്പം ഇത്ര ദൂരത്ത് കൊണ്ടുപോയി കെട്ടൽ നടന്ന് മനുഷ്യന്റെ പദം വന്നടാ. ബാത്റൂമോ? പുല്ല നീ അടുക്കളക്കാണ് കയറി വന്നത്. ജസ്റ്റ് മിസ്സായിരുന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. അത് പറ, ഞാൻ അതല്ലേ നോക്കണത്. ഇവ എന്തിന് ബാത്റൂമിന്റെ അകത്ത് കൊണ്ടുപോയി ഫ്രിഡ്ജും പാത്രം വെക്കണേ? എന്തോ പറയുന്നത്? എടാ, അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം പോലും ഒഴിക്കാൻ മൊത്തത്തിൽ എടുത്ത് പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതവിടെ. ഞാൻ വീട്ടിലാണ്. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ കളിച്ചതാ, ഒന്ന് മണപ്പിച്ചതേ ഉള്ളൂ. ഒരു വിധത്തിലാണ് ഞാൻ അതുങ്ങളെ മാനേജ് ചെയ്തുകൊണ്ട് പോണത്. ഇനിയിപ്പോ എന്റെ അച്ഛനും അമ്മയും കൂടെ വരാണ്ട്, അതും കൂടെ ആവാൻ പോണ്ടല്ല. വരട്ടെ. അമ്മ ഇല്ല, അവിടെ നിന്ന് യൂട്ടേൺ എടുത്താൽ യൂട്ടേൺ. ഇല്ല ഇല്ല, അച്ഛനും അമ്മ ഇപ്പൊ ഓരോന്ന് തുടങ്ങി. ചേട്ടാ ഇവിടെ അകത്തുനിന്ന് എന്തൊക്കെ ശബ്ദങ്ങൾ കേട്ടായിരുന്നു? ഫോൺ അടിച്ചപ്പോഴേ ഫ്ലഷ് അടിച്ചത്. അതല്ല, ആരൊക്കെ സംസാരിക്കുന്നത് കേട്ടല്ലേ? പണ്ടൊക്കെ രാത്രി മാത്രമേ കേൾക്കുള്ളായിരുന്നു. ഞാൻ ഒരു സത്യം പറയട്ടാ, ഇറ്റ്സ് എ ഹോണ്ടഡ് ഹൗസ്. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വീട് മാറിപ്പോകാൻ പോകുന്നത്. എങ്ങോട്ട്? അമേരിക്കയിലോട്ടാ? മാറാങ്ങോട്ട്. ആള് ശരിയല്ല, നമ്മളെ അടിക്കകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല അമ്മ, എക്സ്പ്ലെയിൻ. നീ കൂടുതലൊന്നും പറയണ്ട, നിന്റെ കള്ളക്കളിയല്ല എനിക്ക് മനസ്സിലാണ്. ആരടേ അല്ല ഇവൻ നീ കൊളമൊക്കെ അച്ഛാ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ മോനെ? അവരും കൂടി ഉണ്ടെന്ന് ഞങ്ങളോടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ല അച്ഛാ, അത് ഞങ്ങളെപ്പോലെ നിങ്ങളെ കാണാൻ വന്നതല്ലേ, അവര് നമ്മുടെ കൂടെ കൂടട്ടെ. അല്ലെങ്കിലും ഇതൊക്കെ നമ്മൾ മുതിർന്നവരാണല്ലോ ക്ഷമിക്കേണ്ടത്.
ഡേ ആ നാരങ്ങളൊക്കെ പോയാ? ഹലോ, കുറച്ച് ഫിറ്റായി പോയി. കുഴപ്പമൊന്നുമില്ല. എന്റെ അച്ഛനെ വന്നു, എന്റെ അച്ഛനെ വന്നു. ഡോർ ഓർക്കാം, ഡോർ ഓർക്കാം. ഇവന് വയ്യേ. സർപ്രൈസ്! നമ്മളൊക്കെ മറന്നാ അയ്യേ ഏതാനാ ഇവന്ത് ഇവിടെ? എടാ നീ നിന്റെ കല്യാണത്തിന് വിളിച്ചില്ല. ഇങ്ങനെ ഗെറ്റ് വേറെ കൂടുമ്പോഴേക്കും നമ്മളെ കൂടെ കൂട്ടണം മച്ചാനെ. പണ്ടെന്നെ ശല്യം ചെയ്യാൻ ഇവന്മാരെല്ലാരും കൂടെ പഞ്ഞിക്ക് വിട്ടപ്പോ കോളേജ് വിട്ട് പോയ ആളാ. പിന്നെ ഇന്നാ പൊങ്ങണം. മച്ചാനെ ആരെ മച്ചാൻ? ആ വേദിക എത്ര കാലമായി കണ്ടിട്ട്? സുഖമാണോ? ഇതാരാ? പാരൻസ് ആണോ? നീ എങ്ങനെ അറിഞ്ഞത് ഞങ്ങളുണ്ടെന്ന്? അത് ഹർഷയുടെ സ്റ്റോറി ഉണ്ട്. കുപ്പി ഓവർ ഗൈസ്. അപ്പൊ ഇനി എന്താ പരിപാടി? അടിക്കൂ. എന്നീ വീട്ടിൽ മദ്യപാനമൊന്നും വേണ്ട. ഇന്ന് നല്ലൊരു ദിവസമായിട്ടേ നമുക്കൊരു സദ്യ ആവാം. എന്തായാലേ? അത് ശരിയാ, ഇന്നത്തെ ദിവസം സദ്യ നല്ലത്. നമുക്ക് പോയി കുക്ക് ചെയ്താലോ? വേണം സദ്യ. സുഖാണോടാ? വരണം. അച്ഛാ വരണം. വരണം ചേട്ടാ. ചമ്മ, ഇതാണ് വേദിയുടെ അച്ഛൻ. നമസ്കാരം. ഇരിക്കണം. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ വേണ്ട. ഇരിക്കും അച്ഛാ. ഞാനേ വേദികയെ വിളിക്കാം, അകത്തുണ്ട്. ആദ്യം മക്കൾ ഇവിടെ നിൽക്കുക. ഞാൻ നിന്നെ കണ്ടിട്ട്. സ്വന്തം മോനെ ഇവർ ആദ്യമായിട്ടാണ് കാണുന്നത്. ചുമ്മാ ഇരിയുടെ. ഓക്കെ. ചേട്ടാ എൻ്റെ അടുത്തൊന്നും ഉണ്ടോ? അച്ഛാ ഇത്രയൊക്കെ ആയില്ലേ? ഇനിയും വാശിയും വൈരാഗ്യമൊക്കെ വേണോ? നമ്മുടെ പിള്ളേരല്ലേ? അത് തന്നെ. അല്ലെങ്കിലും നമ്മൾ മുതിർന്നവരാണല്ലോ ഇതൊക്കെ ക്ഷമിക്കണതല്ലേ? ആരാ മക്കളെ അത്? അത് വേദികയുടെ കസിൻ ചേട്ടനാ, ശംഭു. അപ്പൊ ഇവരോ? ഫ്രണ്ട്സാ. പറഞ്ഞ മോളെ കണ്ടില്ലല്ലോ. മോളെ, എന്നാലും മോക്കെങ്കിലും അമ്മയൊന്ന് വിളിക്കായിരുന്നു കേട്ടോ. ഓ, നല്ല തങ്കക്കുടം പോലത്തെ കൊച്ച്. മോളെ, അച്ഛൻ്റെ കാലി വേണം അനുഭവം. ഞാൻ കുഴപ്പമില്ല, എനിക്ക് ചെറുപ്പം മുതൽ കിട്ടാറുള്ളതാ. എന്തോന്ന് ചേട്ടാ, ഇനിയെങ്കിലും ക്ഷമിച്ചൂടെ? നമ്മുടെ ഒരു മോനല്ലേ. സത്യം പറഞ്ഞാൽ ഇവൻ്റെ കോള് വന്നപ്പോഴേ ഞാനങ്ങ് കരഞ്ഞുപോയി. പക്ഷെ ഇദ്ദേഹം ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണെന്നറിയാവോ ഒന്ന് ഇത്രയിടം വരെ വന്നത്. ഇത്രയാണോ? ഇവരെ വീടിപ്പോഴും കരമന പാലത്തിന്റെ അടിയിൽ തന്നെ ഇല്ലേ? മോളും ഇവന്റെ കമ്പനി തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? മാമി എന്നെ ഓർമ്മയില്ലേ? മാമിയുടെ കാട്ടാക്കടയുള്ള ലക്ഷ്മി കുഞ്ഞമ്മയില്ലേ?
കുഞ്ഞുമ്മയുടെ മോളെ കെട്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ അനിയനാണ്. അപ്പൊ മോന്റെ അച്ഛന്റെ പേരോ? മനോഹരൻ. ആ അയ്യോ മോനെ, ഞാൻ ചെറുതിലെ കണ്ടതാ, അതുകൊണ്ടാ മനസ്സിലാവാത്തത് കേട്ടോ. ഞങ്ങളെല്ലാം ഒരു ടീമല്ലേ? ടീമാ എപ്പാ അമ്മ ഇത് നമ്മളെ ബന്ധമാണ്. എന്നാ ഞാൻ അങ്ങോട്ട് കുറച്ച് പണിയുണ്ട് മാമ. അവനിവിടെ എന്താ തോന്നി? അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ആ പഴയ കാമുകയെ കാണാനാണ് രാവിലെ ചാടിത്തുള്ളി ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? എന്തരായിരുന്നു പ്രകടനം? ഇവന്റെ ഫോൺ വന്നപ്പോ തുടങ്ങിയ ഇളക്കാണ്. നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞത്? ഇവിടെ വന്ന് കുറച്ച് അഭിനയമൊക്കെ അങ്ങ് കാണിക്കും, നീ എന്നെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നാണെന്ന് പറയണം. എന്തരൊക്കെ ആയിരുന്നു? ഇപ്പൊ ഭാഷ കറക്റ്റായി. അങ്ങനെ ഒരു കാലമില്ലാത്ത മുടി കറപ്പിക്കലും സാരിയും ഷർട്ടും. ഇങ്ങോട്ട് മാറി മനുഷ്യൻ, നാടകത്തെ മനുഷ്യൻ മാറി അങ്ങോട്ട്. അമ്മ കുമ നീല്ലേ ഇവള് കാരണമാണ് ഞാൻ ഈ മനുഷ്യനെ കൊണ്ട് പടം നാട് വിട്ടത്. ഇപ്പൊ ഇവളെ മോള് കാരണം എന്റെ ചെറുക്കനെ ഈ നാട്ടിൽ നിന്ന് പോയി. എനിക്ക് എണ്ണം കെട്ട കുടുംബം കൊണ്ട് ഒരു കാലത്ത് മനസ്സമാധാനം കിട്ടുമല്ലോ എന്റെ ആറ്റുകാല അമ്മച്ചി. നെഞ്ചിലടിക്കാതെ ക്ഷയം പിടിക്കുമെന്ന്. Hey old lady, why are you shouting like this? You know this is gentleman's area. Amma, what is this? എരപ്പേ, നീ ആരെടി ഇവിടെ കയറി വന്ന് എന്നെ ഭരിക്കാൻ? ഇറങ്ങി പോടി. അവളൊരു പരട്ടെ ഇംഗ്ലീഷും കൊണ്ട് വന്നിരിക്കണ്. What you said? Your home. This is my home. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇറങ്ങി പോകാനോ? How dare you? I will complain this to association. Amar, I will complain this association. അസോസിയേഷൻ അവളെ അമ്മയുടെ നായര്. ഈ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ചത്തോ? ഒരു നമ്പറൊക്കെ മോളെ കൂടെ വന്നോളെ. അയ്യോ കൊന്നു അടിച്ചു. എന്തിനമ്മ അടിച്ചു കൊന്നു? അടിച്ചടിച്ച് ഞാൻ കണ്ട് അടിക്കണ ഞാൻ കണ്ട്. പറ്റി ഇതാരെന്നറിയാമോ? കമ്മീഷണറുടെ ഭാര്യയുടെ അനിയത്തിന്റെ കുഞ്ഞമ്മയുടെ ചേച്ചിയുടെ മോളാണ്. ഇത് കേസാവും, ഉറപ്പാണ് കേസാവും. വരും ഈ വയസ്സാൻ കാലത്ത് ജയിലിൽ കയറ്റോടി. നീ കയറ്റോ? എനിക്ക് ഒന്നും പറയണേ, എനിക്ക് മനസ്സിലായി. നീ അവിടെ നിന്ന് കെട്ടി ഇറങ്ങി നിന്റെ കൂടെ ഞാൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന്. നിങ്ങൾക്കറിയാമോ, അവളെ കെട്ടിയെടുത്തോണ്ട് വന്നതിന് അന്ന് തുടങ്ങിയാണ് എന്റെ കഷ്ടകാലം. അവളെ പഴയ കാര്യവും പാളയത്തൂറിയത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ നെഞ്ചത്ത് ചവിട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറേ അവള്. എന്റെ നെഞ്ചത്ത് ചവിട്ടത് പോരായിട്ടാണ് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുന്നത്. കണ്ടാ മതിയായ കണക്ക്. ഇതിന് ആരുത്തരം പറയും? ആരുടെ ജയിലിൽ പോവും? കൃഷ്ണൻ പോകൂലടി. ഡേയ് കൃഷ്ണൻ പോണേനെക്കാട്ടി നല്ലത് ചാവണോടിച്ചോ കൊല്ലടി. നിങ്ങളിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാതെ ഈ സാധനത്തിൽ ശ്വാസം ഉണ്ടോ എന്ന് ആദ്യം നോക്കും. നോക്കിയുള്ളൂ. ഞാൻ നോക്കാം. ഐ എം ഡോക്ടർ ബൈ പ്രൊഫഷൻ. ഡോക്ടറാ? നീ മെഡിക്കലിന്റെ പല്ലടാ. അതിനെന്തടേ ഞാൻ കൊടുക്കണത് ഗുളിക എന്നല്ല. ഹർഷ വാ, അമ്മച്ചി ഒന്ന് മാറുക. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതും കൂടെ വെച്ചോ. ബ്രീത്ത് ഉണ്ടായിട്ട് എന്ത് കാര്യം? കൊലപാതക ശ്രമത്തിന് കേസെടുക്കൂലേ? എന്റെ അച്ഛൻ പ്രദേശം ജയിലിൽ പോകൂലേ? തൊലഞ്ഞു എന്റെ ജീവിതം തൊലഞ്ഞേ. അയ്യോ ചേട്ടാ, അങ്ങനെ വിഷമിക്കല്ലേ. ഓ എന്റെ കണ്ണുമേന്ന് പോന്നി. വേദു, നിന്റെ അമ്മയുടെ ബന്ധമല്ലേ ഒരു IG? അമ്മ, നമ്മുടെ പല്ലാവൂർത്ത് ദേവനാരായണ മാമനില്ലേ IG? അതെ ചേച്ചിയാ? ആരുടെ ചേച്ചി? അതെ ശ്രീകല.
ഒന്നും പേടിക്കണ്ട. ഇപ്പം നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി തന്നെ നമ്മൾ നോക്കിക്കോളാം. അതുമല്ല നമ്മുടെ ഒരു പല്ലാവരത്തെ ദേവനാരായണ മാമ. അവരൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട. നന്ദിയുണ്ട്, 1000 നന്ദിയുണ്ട് മാലിനി. ഇതിപ്പോ എന്ത് ചെയ്യും? ചിലപ്പോ ഷുഗറോ മറ്റോ ഡൗൺ ആയതായിരിക്കും. നീ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് വാ. കത്തൊന്നും പോലെ അമ്മച്ചി. What is this? Too salty. Where am I? നിങ്ങളെല്ലാരും കൂടെ എന്നെ ഉപ്പ് തിറ്റിച്ച് കൊല്ലാൻ നോക്കുവാണോ? സോറി, പഞ്ചസാരയായിരുന്നു ഉദ്ദേശിച്ചത്. ഉപ്പായി പോയി. I will complain this association. I will complain this association. മാഡം, ദിസ് ഈസ് മൈ ഫാമിലി. ഇതെൻ്റെ വൈഫിൻ്റെ ഫാമിലി. ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഓൾ ജെന്റിൽമാൻ. ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യായിരുന്നു. സദ്യയൊക്കെ ഉണ്ടാവും. മാഡം കൂടെ അതിൽ ജോയിൻ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കൊച്ചാണെന്ന് കാരണം Do you know something? എന്നെ ഇതുവരെ ആരും ഒരു സദ്യ പോലും കഴിക്കാൻ വിളിച്ചിട്ടില്ല. അത്രേ ഉള്ളോ? അതിനെന്താ, ഇന്ന് ഇവിടുന്ന് നല്ല സദ്യ കഴിക്കാലോ. അപ്പൊ പിന്നെ നമുക്ക് ഇനി അടുക്കളയിലിട്ട് പോവാം. മാലിനി, അടുക്കളയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. കൃഷ്ണ, ഓ, നമുക്ക് വീടൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം. വാ വാ. എല്ലാരും സ്വന്തം ഫേസ് നോക്കണേ. അച്ഛാ, അമ്മേടെ തൊട്ടിക്ക്. മോളാ എവളെന്തിനും ഇങ്ങോട്ട് വിളിക്കുന്നത്? എന്തായാലും കോൾ എടുക്ക്. മാമ, ചേട്ടാ, എന്നെ അനുഗ്രഹിക്കണം. എന്നാ എടി, എന്നാലും നീ എന്നെ ചതിച്ചല്ലോ അടി. കുറച്ച് നേരത്തെ ഇവിടെ വന്ന് നിന്റെ ബന്ധു ചെറുക്കല്ലേ അത്? അല്ലെങ്കിലും നിങ്ങൾ മുതിർന്നവരാണല്ലോ എല്ലാം ക്ഷമിക്കേണ്ടത്, അല്ലേ? പിന്നല്ലോ. വേദു, സന്തോഷായില്ലേ? എടീ, ഒന്നാമതേ അമ്മാർക്ക് എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. ഇനി ഇടിച്ചു കയറി വരാന്ന് വെച്ചാൽ തന്നെ രണ്ട് ദിവസമായി പോയില്ലേ? അതൊന്നും എനിക്ക് അറിയണ്ട. ഇത്രയും നല്ലൊരു ചാൻസ് ഇനി കിട്ടൂല. അതുകൊണ്ട് നീ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഇതും കൂടെ നടന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ മറന്നേക്കും. നീ ടെൻഷൻ ആവല്ലേ? ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഒരു മിനിറ്റ്. He just recreated that day. What? Don't you get it? He just recreated that day. ഓഗസ്റ്റ് 2-3 തീയതികൾ അയാൾ പുനരാവിഷ്കരിച്ചു. എടീ, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. വർക്കൗട്ട് ആയി. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ സെറ്റ് ആയിക്കോളാം. നീ അവിടുത്തെ കാര്യം നോക്ക്. അല്ല, ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോ? ഇല്ല ചേച്ചി, വിളിക്കണം. അമ്മൻ്റെ അടുത്താണെങ്കിൽ ഞാൻ പറഞ്ഞു മടുത്ത്. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിരിക്കുക. എടി, നീ അവനെ നോക്കിക്കാതെ നീ എടുത്ത് മെസ്സേജ് ചെയ്യ്. അവര് നിന്റെയും കൂടി ഫ്രണ്ട്സ് അല്ലേ? അതെ, പക്ഷേ നീ ഒന്നും പറയണ്ട. നീ ഇപ്പൊ തന്നെ എടുത്ത് മെസ്സേജ് ചെയ്തേ. ഡേറ്റ് മറക്കണ്ട, ഓഗസ്റ്റ് 20th ആണേ. ആ, ഞാൻ ചെയ്യാം ചേച്ചി. ആ ബെസ്റ്റ്. നീ ഇതൊന്നും ഇങ്ങനെ മാറ്റി വെക്കല്ലേ പിന്നത്തേക്ക്. ഇപ്പൊ തന്നെ എടുത്ത് മെസ്സേജ് ചെയ്തേ വേദു. ഞാനിവിടെ ഹോൾഡ് ചെയ്യാം. ഗെറ്റ് ടുഗദർ ഉണ്ട്, എല്ലാവരും വരണം ഓഗസ്റ്റ് 20th. ശരി. പണിഞ്ഞതാണല്ലേ. അപ്പം ഞങ്ങളങ്ങോട്ട് കാണാം. ശരിയെന്നാ. ടാറ്റാ.
ആദ്യം എന്റെ ഭർത്താവിന്, പിന്നെ എന്റെ മോന്, പിന്നെ എന്റെ മനോഹരൻ ചേട്ടന്റെ മോന്. ഓ, ഈ എണ്ണം കെട്ട കുടുംബത്തിൽ നിന്ന് എനിക്ക് ഇനി ഒരു കാലത്ത് മനസ്സമാധാനം കിട്ടൂല. എന്റെ ആദ്യം